നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, വെള്ളി നോയമ്പിൻ്റെ ഈ വിശുദ്ധ ദിനങ്ങളിൽ UAE സെൻറ്റർ മർത്തോമ സേവിക സംഘം സ്നേഹധ്വനി എന്ന ശുശ്രൂഷയിലൂടെ ദൈവവചനം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിലേക്കുള്ള ക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് നമ്മെ വിളിക്കുന്നു. ഈ ക്ഷണം കാലാകാലങ്ങളായി മനുഷ്യന് പ്രത്യാശ നൽകുന്ന ഒരു വാഗ്ദാനമാണ്. ഈ ലോകത്തിൽ നാം പലപ്പോഴും ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പോകുന്നു. ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ നമ്മെ വലയം ചെയ്യുമ്പോൾ ആശ്വാസത്തിനായി നാം പല വഴികൾ തേടുന്നു. പണം, സുഹൃത്തുക്കൾ, വിനോദം, ഇവയിലൊക്കെ നാം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവയെല്ലാം ക്ഷണികമാണ്. യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയുന്നത് ക്രിസ്തുവിലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലവിധ വെല്ലുവിളികളും അവരെ വലയം ചെയ്തിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം, തെറ്റായ മാതൃകകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇവയെല്ലാം അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. ലഹരിയുടെയും മറ്റ് ആസക്തികളുടെയും പിടിയിൽ അകപ്പെടുന്ന യുവജനങ്ങൾ ഒരുപാടുണ്ട്. അവർ സ്വയം നശീകരണത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള യുവജനങ്ങളെ ക്രിസ്തു സ്നേഹപൂർവ്വം വിളിക്കുന്നു. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, അവൻ നമ്മെ വിളിക്കുന്നു. എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാമെന്നവൻ പറയുന്നു. നമ്മുടെ പാപങ്ങളും കുറവുകളും അവൻ അറിയുന്നു. എന്നിട്ടും അവൻ നമ്മെ സ്നേഹിക്കുന്നു, നമ്മോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നു. അവൻ നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നു. ഇതാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് അവൻ പറയുന്നു. ഈ വാക്യം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്ഷമയുമാണ്. ക്രിസ്തുവിലേക്ക് വരുന്നതൊരു യാത്രയാണ്. അത് വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെയും യാത്രയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നാം പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ക്രിസ്തു വരുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്നു. ഒരുപാട് ആളുകൾ ക്രിസ്തുവിലൂടെ പുതിയ ജീവിതം കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നാം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിക്കോളാസ് വുജിസിക്. ജന്മന കൈകാലുകളില്ലാതിരുന്ന അദ്ദേഹം ക്രിസ്തു വിശ്വാസികളുടെ പ്രത്യാശയും സന്തോഷവും കണ്ടെത്തി ലോകമെമ്പാടുമുള്ള ആളുകൾക്കൊരു പ്രചോദനമായി മാറിയിരിക്കുന്നു. അതേപോലെ അനേകം പേർ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടി ക്രിസ്തുവിലൂടെ പുതിയ ജീവിതം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വിശേഷിച്ചും കുടുംബാംഗങ്ങളിലേക്കും കുട്ടികളിലേക്കും ഈ അവബോധം നൽകേണ്ടത് സേവികാ സംഘം അംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ ക്ഷണം ഒരു സ്നേഹവിരുന്നിലേക്കാണ്. അവൻ നമ്മെ കാത്തിരിക്കുന്നു. അവൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, അവൻ്റെ സാന്നിധ്യം അറിയുവാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. ഈ വെള്ളി നോമ്പിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ഈ ക്ഷണത്തെ സ്വീകരിക്കാം, അവനിലേക്ക് അടുക്കാം. അവൻ നമുക്ക് വിശ്രമം നൽകും. യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യൻ തന്നെയെന്ന് എബ്രായർ 13:8 നമ്മോട് പറയുന്നു. കർത്താവെ, ഈ വലിയ നോമ്പിൽ ഞങ്ങളെ അങ്ങയുടെ അടുത്തേക്ക് അടുപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹവും സമാധാനവും ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, ഈ പ്രാർത്ഥന ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയോട് ചോദിക്കുന്നു. ആമേൻ.